ഹലോ ഗൈസ്, അപ്പം ഞാൻ ഫിഷ് ഫ്രൈയുടെ ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പതിവ് പോലെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂര, പിന്നെ ഇന്ന് ഞാൻ ലേശം കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ലേശം സൺഫ്ലവർ ഓയിലും മാത്രം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഫ്രൈക്ക് ലേശം ഒരു ചേഞ്ച് ആവട്ടെ. ഓക്കെ, അതുപോലെ ഫിഷ് മസാലയും ഇടുന്നില്ല. ഇന്ന് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും പിന്നെ പാകത്തിന് ലേശം എണ്ണ, ലേശം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇനിയും ഒരു ഫിഷ് ഫ്രൈ വ്ളോഗാണ്. ഓക്കെ, ഞാൻ നമ്മുടെ ഫിഷ് ഫ്രൈ വറക്കാൻ ഇടുകയാണ് എണ്ണയിലോട്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. നമ്മുടെ ഫിഷ് ഫ്രൈ ഇനിയൊക്കെ എടുത്ത് മൂത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നന്നായിട്ട് മൂക്കട്ടെ. ഓക്കെ, കൈപോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊഴിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ. കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ നേരത്തെ തപ്പും കൊട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും നീതുവഴിയേ. വെണ്ണിലവു കണ്ണു വച്ച വണ്ണക്കൂടമേ, വെള്ളി വയിലുമ്മ വച്ച പാദസ്വരമേ, എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിൽ നിന്നും മുത്തെടുത്ത മുത്തുമണിയേ.
ഓക്കെ. നമ്മുടെ ഫിഷ് ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. Again, the small seed form. May take a fall and forward. The butterfly is falling. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരേറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവർ വരുമ്പോൾ ചെറുമീൻ പോലുമില്ലാതവരലയുമ്പോൾ. വരുവിൻ വലയെറിയിൻ നിറയും വലവലിക്കിൻ മനസ്സിൻ്റെ അമരത്തെ ഗുരുവരുളുന്നു. മാനവരെ നേടുന്നു രായിരിക്കുക ഇനിയും മാനവർക്ക് മോശദീപമാവുക നിങ്ങൾ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാൻ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുയരുമ്പോൾ ചെറുമീൻ പോലുമില്ല ധവരലയുമ്പോൾ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരലയുമ്പോൾ ചെറുമീൻ പോലുമില്ല ധവരലയുമ്പോൾ. വരുവിൻ വലയെറിയിൻ നിറയും വലവലിക്കിൻ മനസ്സിൻ്റെ അമരത്തെ ഗുരുവരുളുന്നു. വിശ്വാസം ഉടയാത്തോരായിരിക്കുക
ഇനിയും ഞാനവർക്ക് മോക്ഷദീപമാവുക നിങ്ങൾ. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാം. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോന്നി ഗൈസ്. അലയുമ്പോ ചെറുമീൻ പോലുമില്ല നവരുലയുമ്പോ. വലകൾ മാറി മാറി അലക്കടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുലയുമ്പോൾ. ചെറുമീൻ പോലുമില്ല നവരലയുമ്പോൾ. അരുതേ ഭയമരുതേ വെറും വലയെറിയും മനസ്സിൻ്റെ അമരത്തെ ഗുരുവരുന്നു. ആനവരെ നേരുന്നു രായിരിക്കുക ഇവിടെ മാനവർക്ക് മോക്ഷദീപമാവുക നിങ്ങൾ. അലക്കടലിൽ അലയും മുക്കുവരെ വരുവിൻ വലയെറിയാം. അലക്കടലിൽ അലയും മുക്കുവരെ ഒരുമയോടെ വരുവിൻ വലയെറിയാം. അപ്പം നമ്മുടെ ഫ്രൈക്കുള്ള എല്ലാം ഇട്ട് ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും വറുത്ത് കോരിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ലേശം ഒന്ന് മൂത്തല്ല കേട്ടോ, അതൊന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് തരാം. പക്ഷേ എൻ്റെ കളർ എപ്പോഴും അങ്ങനെ ചേഞ്ച് ആയെന്നേ ഉള്ളൂ. എനിക്കൊന്ന് ചൂരമീൻ്റെ പ്രത്യേകതയാണോ അതോ എൻ്റെ വറുപ്പിന് പ്രത്യേകതയാണെന്ന് അറിയത്തില്ല. കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗൈസ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ലാതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുരിഞ്ഞ് വരട്ടെ. മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. നിന്ന് പെണ്ണെ നിൽക്കുന്നു പിണക്കം രാവിൻ്റെ കരളല്ലേ. ലല്ലല്ലാ 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 പൊന്നെ തിളങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. ലിറിക്സ് ഒന്നും അതിൻ്റെ അകത്ത് ലിറിക്സ് ഉണ്ടോയെന്ന് എൻ്റെ കയ്യിൽ തുടങ്ങിക്കൊണ്ടിരുക എന്നിട്ട് പിന്നെ എന്താ
എൻ്റെ ലൈവ് പെൻഡിങ് ആണ് ഗൈസ്. ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം ഹൗസിലെ വീട്ടിലെ കാര്യമൊക്കെയാണ്. അത്രയും സമയം സ്പെയർ എടുക്കാനേ ഒരു 4 hours ആകുമ്പോൾ കുറച്ച് ടൈം ആവില്ലേ. അപ്പോൾ അത്രയും ടൈം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്സും വീഡിയോസും ചെയ്യുന്നത്. പരമാവധി എൻ്റെ ഷോർട്സിനെയും വീഡിയോസിനെയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രണ്ടിനെയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ലൈവ് ചെയ്യാനുള്ള ആ ഒരു സ്പെയർ ടൈം എനിക്ക് കിട്ടുന്നില്ല. കുട്ടിയുടെ ക്ലാസ് തുടങ്ങിയില്ല, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല. ഓക്കെ, വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ ഓക്കെ. അപ്പോൾ എന്നെ പരമാവധി നിങ്ങളൊക്കെ കനിവ് തോന്നി എൻ്റെ ഷോർട്സും വീഡിയോസും സപ്പോർട്ട് ചെയ്യണം. ഈ പറ്റുന്ന സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലൈവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് കുറച്ചൊക്കെ ആൾക്കാർ ലൈവിൽ എൻ്റെ കയറുന്നതായിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് അതിനുള്ള ആ ഒരു എന്താ പറയുക എക്സ്ട്രാ ടൈം അത്രയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പരമാവധി നിങ്ങളുടെ ഷോർട്സും വീഡിയോസും പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ കനിവിലാണ് എൻ്റെ കാര്യം. അപ്പം എൻ്റെ കാര്യം കൂടി ഓർക്കണം. പറ്റുന്നവരൊക്കെ എൻ്റെ ഷോർട്സും വീഡിയോസും ഒന്ന് കാണണം. ഓക്കെ, പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യണം. പറ്റുന്നവരൊക്കെ കമൻസ് ഇടുക. ഷോർട്സും വീഡിയോസും ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളൊരു ടൈം എടുത്ത് ചെയ്യാം. മറ്റേ ജനങ്ങളുടെ ആ ഒരു ടൈമിൽ നമുക്ക് ഫ്രീ ആവണ്ട ചെയ്യാൻ. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, എനിക്ക് ടൈറ്റ് ആയിരിക്കും വീട്ടിലെ കാര്യമൊക്കെ ആയിട്ട് ചെയ്യാൻ. അത് കരിഞ്ഞാലോ അതിൻ്റെ പുറത്തെ അത് കരിയായിരിക്കും. നമ്മുടെ ഫിഷ് അത് ഫ്രൈ ചെയ്തതിൻ്റെ പുറത്തെ തൊലി അങ്ങനെ മൊരിഞ്ഞിരിക്കുന്നതേ ഉള്ള, കരിഞ്ഞതല്ല മൊരിഞ്ഞാണ്. തൊലി മൊരിഞ്ഞപ്പോൾ ആ ഒരു കളറ് ആയതാണ്, കുഴപ്പമില്ല. അത് കരിഞ്ഞതല്ല. ഇവളെന്താണ് ഇനിയില്ല അതിന് കരിച്ചെടുത്തേക്കെന്ന് ഓർക്കരുത്. അതായത് മൊരിച്ചപ്പോൾ അതിൻ്റെ സ്കിൻ അങ്ങനെ ആയതാണ്, കരിഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ എളിയ പാചകം. ഓക്കെ, ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കറി വ്ളോഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈ വ്ളോഗ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഷോർട്സും കാണണം. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു നെക്സ്റ്റ് ഡേ. ഷോർട്സും വീഡിയോസുമായിട്ട് തൽക്കാലം നമുക്ക് കാണാം. ഓക്കെ, ടിൽ ദെൻ ഗുഡ് നൈറ്റ്, ബൈ.